കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ താഴെ വെച്ച് വിളിച്ചൊന്നും കേട്ടില്ലേ? ഇല്ല. റൂമിലേക്ക് മാറിയല്ലേ? ഇപ്പൊ ഓക്കെ ആയോ? ഡിസ്ചാർജ് ആയി. വൈകിട്ട് പോവാം. ആരാ? എനിക്ക് മനസ്സിലായില്ല. ചേച്ചി എന്നേ സിസ്റ്ററോട് ഫോണിന്റെ ചാർജർ ഒന്ന് തരാൻ പറ. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ വരാം, നിക്കണേ. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ സിദ്ധേട്ടാ? ഇല്ല. അത് പിന്നെ നീ ആരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാന്ന് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്താ സംഭവം എന്ന് അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ട് വന്നാ. പിന്നെ താഴെ ചോദിച്ചപ്പോ പറഞ്ഞു ഈ റൂമിലാന്ന്. ഞാൻ അങ്ങനെ വന്നാ. അല്ല, അപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഞങ്ങള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാ. എന്റെ അടുത്ത് വെച്ചാ ഈ കുട്ടിക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടായത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചേ ഉള്ളൂ. ഓക്കെ, അതെന്തായാലും ഒരു ഹെൽപ്പായല്ലോ. ഞാൻ നേരത്തെ വന്നിട്ട് പോയതാ. ഈ പേഴ്സ് വെച്ച് മറന്നുപോയി, അതുകൊണ്ട് പിന്നെയും വന്നതാ. താഴെ നിൽക്കുമ്പോഴാ സിദ്ധുവേട്ടനെ കണ്ടത്. കുട്ടി ഇതിന്റെ വുഡ്ബിയാണ് കേട്ടോ. പറഞ്ഞു. ഇത്ര പെട്ടെന്ന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ശരി. അപ്പോ അതെ, ഞാൻ ഒരു വാക്ക് പറയാതല്ലേ ഇറങ്ങിയത്. അത് മോശമല്ലേ? ഒരു കാര്യം ചെയ്യും, നടന്നോ, ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം. ഞാൻ പോയിട്ട് ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും വണ്ടി കൊണ്ടുവരാം. വന്നില്ലെങ്കിലോ? പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പൂനെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അപ്പോ വാ പോവാം. സാറ് പോവാണോ? ശരിക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. സാറ് പോയിട്ട് വരണേ. അവരെന്താ അങ്ങനെ ചോദിച്ചത്? സുധേട്ടൻ പോയിട്ട് വരുമോന്ന്? എനിക്ക് തോന്നുന്നു ആ സ്ത്രീ ഒരു ലൂസ് സ്റ്റോക്കിന്റെ ആളാണോ. നമ്മള് ഹെൽപ്പ് ചെയ്തല്ലോ, അതുകൊണ്ട് ചിലപ്പോ പിന്നെയും വരുമെന്ന് ചോദിച്ചതായിരിക്കും. ആണോ? പിന്നെ അല്ലാതെ. അല്ല, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്നാ വാ. ശിവ, കുറെ സമയമായി ഒരു ചായ വേണമെന്ന് പറഞ്ഞിട്ട്. ഞാനായിട്ട് വൈകിച്ചതല്ല. ശിവയ്ക്ക് ചായ ഇടാൻ പോവാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോ നിങ്ങളുടെ പപ്പയോട് അബദ്ധത്തിൽ ഞാനൊന്ന് ചോദിച്ചു പോയി ചായ വേണോന്ന്. അപ്പൊ മൂപ്പർക്ക് ഗ്രീൻ ടീയെ ഇറങ്ങും. പിന്നെ അതും ഉണ്ടാക്കി മുകളിലെ റൂമിൽ കൊണ്ട് കൊടുത്തിട്ട് വരുക. പിന്നെ മേപ്പടിയാന്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. പപ്പ എന്ത് പറയുന്നു? ആലോചനയില്ല. ഈയിടെയായിട്ടെ എന്തൊക്കെയോ കണ്ടമാനം ആലോചിച്ച് കൂട്ടുന്നുണ്ട്. എപ്പം നോക്കിയാലും അത് തന്നെ. ഈ ലോകത്തൊന്നുമല്ല പുള്ളിക്കാരൻ. വയസ്സുകാലത്ത് എന്താണാവോ പറ്റിയത്. സിദ്ധുവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കരട് പപ്പയുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അത് അപർണയോടുള്ള എന്തോ നീരസമാ. എന്നാ അതെന്താണെന്ന് തുറന്നു പറയുന്നുമില്ല. അവള് സിദ്ധുവായിട്ട് കാണാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നടപടിയൊന്നും ഉണ്ടായില്ലല്ലോ.
പപ്പയോട് നീ ചോദിച്ചോ? നമ്മൾ എന്തെങ്കിലും ഐഡിയ ആലോചിച്ചെന്നാ പാപ്പ ചോദിക്കുന്നത്. അതെ, ഇളയ മോനെ യുവരാജാവായി അഭിഷേകം ചെയ്തപ്പോ പപ്പ ഓർക്കണമായിരുന്നു മൂത്ത മോനെ കൊണ്ട് ഇങ്ങനെ ചില ആവശ്യങ്ങളൊക്കെ വരുമെന്ന്. നമ്മൾ സെക്കൻഡറി ആയിട്ടാണല്ലോ പപ്പ കാണുന്നത്. നിന്നോട് വലിയ മമതയായിരുന്നല്ലോ, അപ്പൊ പപ്പയുടെ വലങ്കയായിരുന്നില്ലേ നീ? അന്ന് കുറെ പഴി കേട്ടതല്ലേ. പപ്പയുടെ കാല് തിരുമ്മി കാര്യങ്ങൾ സാധിക്കുന്നതാണല്ലോ മമ്മിയുടെയും കുഞ്ഞയുടെ ഒക്കെ പരാതി. സുജാത കുഞ്ഞമ്മയ്ക്കാണല്ലോ കൂടുതൽ പരാതി. അവസാനം സ്വത്ത് ഭാഗം ചെയ്ത് വന്നപ്പോ നമുക്ക് കഞ്ഞിയും പയറും, ഇളയ പുത്രനോ മൃഷ്ടാന്ന സദ്യയും. എന്നിട്ട് ആവശ്യം വന്നപ്പോ പപ്പയ്ക്ക് നമ്മുടെ സഹായം വേണ്ടി വന്നു. ഒരു കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം, സൊനാലി ബംഗ്ലാവും സ്ഥലവും തരുന്നതിന്റെ കൂടെ നേരത്തെ പറഞ്ഞിരുന്ന ദുബായിലും ബാംഗ്ലൂരിലും ബിസിനസ്സും എനിക്ക് തരാമെന്ന് പപ്പ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ മുറുകെ പിടിക്കണം. അതെന്റെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാ ഞാൻ നിക്കുന്നേ. പക്ഷേ നമുക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. അതെന്താ? സിദ്ധു അപ്പം കാണാനുള്ള സാഹചര്യം ഒഴിവാക്കണമല്ലോ. അതിനുവേണ്ടി ഓഫീസിൽ നിന്ന് രണ്ടിലൊരാളെ പുറത്താക്കണമെന്നല്ലേ നമ്മൾ പപ്പയുടെ ഐഡിയ പറഞ്ഞത്? അതെ, അതിനെന്താ ഇപ്പൊ കുഴപ്പം? രണ്ടിലൊരാളെന്ന് പറയണ്ടായിരുന്നു. അപർണയെ മാത്രം പുറത്താക്കിയാൽ മതിയെന്നാണോ പറയുന്നേ? അല്ല, സിദ്ധുവിനെ. അപർണയുമായുള്ള കോണ്ടാക്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തൽക്കാലം സിദ്ധുവിനെ സൊനാലി ഫാബിന്റെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണം. മൈസൂരിലെ എസ്റ്റേറ്റിന്റെ ഒക്കെ ചാർജ് കൊടുത്ത് അങ്ങോട്ട് അയക്കണം. എന്നിട്ട് സൊനാലി ഫാബിന്റെ മേൽനോട്ടം ഞാൻ ഏറ്റെടുക്കും. അത് ശരിയാ. സൊനാലി ഫാഷൻ ഡിസൈനിന്റെ MD കസേരയിൽ ശിവയൊന്ന് ഇരുന്ന് കിട്ടിയാൽ മാത്രം മതി. പിന്നെ ചെയറിൽ നിന്ന് ഒരിക്കലും എഴുന്നേൽക്കാത്ത പണി നമുക്ക് നോക്കായിരുന്നു. ഇനിയായാലും വൈകിട്ടൊന്നുമില്ല, സിദ്ധുവിനെ പുകയ്ക്കണം. സൊനാലി എന്റേതാവണം. സകല സ്വത്തിന്റെ ഉടമ ഞാനാവണം. സിദ്ധുവിനെ എങ്ങനെ ഒഴിവാക്കിയിട്ടായാലും നമുക്കത് നേടണം ശിവ. വന്നിട്ട് നേരെ ഇങ്ങോട്ട് പോന്നോ? കുടിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എന്തു പറ്റി മോനെ? സിദ്ധുവായിട്ട് വഴക്കിട്ടോ? ഇല്ല ആമി. പിന്നെ എന്താണെന്ന് പറ കുഞ്ഞേ. എനിക്ക് നല്ല തലവേദന, ഞാനൊന്ന് കിടന്നോട്ടെ. നെറ്റിയിൽ പാമ്പ് പുരട്ടി തരട്ടെ? വേണ്ട ആമി, എനിക്കൊന്നും വേണ്ട, ഞാനൊന്ന് കിടന്നോട്ടെ. പപ്പ പെട്ടെന്ന് ഒരു ദിവസം എല്ലാരിൽ നിന്നും സ്വയം അകലം പാലിച്ച് മാറി നിൽക്കാൻ തുടങ്ങിയത്. അതിന്റെ കാരണം മമ്മിക്ക് പോലും അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അത് മമ്മിക്കും അറിയില്ല. അതിൻ്റെതായ പൗച്ചിൽ വീട്ടിലുണ്ട്. ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുമായിരുന്നു വീട്ടിൽ. പപ്പയ്ക്കായിരുന്നു അത് ഏറ്റവും നിർബന്ധം. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അധികം സംസാരിക്കുന്നേ സുജാത കുഞ്ഞമ്മയായിരുന്നു, പിന്നെ ഭാവനയെടുത്തി. പപ്പയിടയ്ക്ക് ഒരു കമന്റ് ഒക്കെ പറയും. ആകെ ലൈവായിരുന്നു. അപ്പോ ഇപ്പൊ അതല്ല അവിടുത്തെ സ്ഥിതി. ആഹാരം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിരിക്കും. അവരവരുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ച് ആരെങ്കിലും ഒക്കെ എടുത്ത് കഴിച്ചിട്ട് പോകും. കുടുംബത്തിന്റെ അന്തരീക്ഷം മാറി. ഇപ്പൊ സൊനാലി ബംഗ്ലാവിനെ ഒരു ലോഡ്ജിന്റെ സ്വഭാവം. ആരൊക്കെ വന്ന് താമസിച്ച് ഫുഡ് കഴിക്കുന്ന ഒരു ലോഡ്ജ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ കല്യാണമാണോ?
മമ്മി പൂജയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയ ഇഷ്യൂസോ. പിന്നെ പപ്പ വിൽപത്രം തയ്യാറാക്കി വായിച്ചതോടെ അതിന്റെ ചൂട് പിടിച്ചു. ഇപ്പൊ പിന്നെ നമ്മുടെ വിവാഹമായി പ്രശ്നം. മുമ്പൊക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ മമ്മിയായിരുന്നു സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ മമ്മിയുടെ കയ്യിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ. ശരി, അതൊക്കെ നിങ്ങളുടെ വീട്ടിലെ കാര്യം. പക്ഷെ എനിക്കറിയേണ്ടത് സിദ്ധുവേട്ടന്റെ കാര്യമാ. എന്റെ കാര്യവും? അതെന്താ? ഒരു വിവാഹം ആലോചിക്കുമ്പോ പെൺകുട്ടിയെ ഫോക്കസ് ചെയ്തിട്ടാ ആൺവീട്ടുകാർ ചിന്തിക്കുക. അവളുടെ സ്വഭാവം, വിദ്യാഭ്യാസം, അത്യാവശ്യം വീട്ടിലെ ചുറ്റുപാടുകൾ അത്രയും അറിഞ്ഞാൽ മതി. എന്നാ പെണ്ണിന്റെ വീട്ടുകാർക്ക് അത്രയും പോരാ. ഇത്രയും നാള് സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മകളെ ഇതുവരെ പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് പറഞ്ഞുവിടുക. പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് അവളുടെ ജീവിതം പറിച്ചു നടുക. വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ സ്വഭാവത്തെപ്പറ്റി മാത്രം അറിഞ്ഞാൽ പോരാ. അവരുടെ അനുജൻ, അമ്മ, സഹോദരി അവരൊക്കെ എങ്ങനെയുള്ളവരാ, തൻ്റെ മകൾക്ക് അവിടെ സന്തോഷമായിരിക്കോ, അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും അവളുടെ അമ്മയ്ക്ക്. എന്റെ മമ്മിയെ കുറിച്ച് ആമിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? മമ്മി മാത്രമല്ലല്ലോ നിങ്ങളുടെ വീട്ടിലുള്ളത്. കല്യാണം കഴിഞ്ഞ് ഞാൻ സൊനാലി ബംഗ്ലാവിലോട്ട് വരുമ്പോ കാണിച്ചു തരാമെന്ന് എന്റെ മുഖത്ത് നോക്കി ഭീഷണിപ്പെടുത്തിയ ആളുണ്ട്, നിങ്ങളുടെ ശിവേട്ടന്റെ ഭാര്യ. അപ്പോ അത് വെറും ഒരു ഭീഷണി മാത്രമാ. ഭാവനടുത്തേ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അഥവാ ചെയ്യാൻ വന്നാല് നേരിടാൻ എനിക്കറിയാം. പിന്നെ പ്രശ്നം എന്താ അപ്പു? സിദ്ധുവേട്ടന്റെ നിലപാട്, അതാണ് എന്റെ പ്രശ്നം. എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ബന്ധുക്കൾ മുഴുവൻ എതിർത്താലും താലി കെട്ടിയവൻ തണലായിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിന് അത് ധൈര്യം. അത് മാത്രം മതി അവൾക്ക്, വേറൊന്നും വേണ്ട. എന്നാ വീട്ടുകാർ മുഴുവൻ അനുകൂലിച്ചാലും ഭർത്താവ് തൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ ഏതൊരു പെണ്ണിനും അത് ബുദ്ധിമുട്ടാവും. നീ എന്താ പറഞ്ഞു വരുന്നേ? നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്നാണോ, അതോ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നോ? അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ധേട്ടാ, നിങ്ങൾ എന്നിൽ നിന്ന് അകലുന്നുണ്ടോ? അറിഞ്ഞോ അറിയാതെ ഒരകലം നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോ എന്തകലം? അതെല്ലാം നിന്റെ തോന്നലാ? ഈ മറുപടി ഞാൻ പ്രതീക്ഷിച്ചതാ. നാട്ടിലെ എന്റെ കുടുംബക്ഷേത്രത്തിൽ പോവാൻ നമ്മൾ ഇറങ്ങിയ ദിവസം, അത് സിദ്ധുവേട്ടന് ഓർമ്മയുണ്ടോ? നമ്മള് റെസ്റ്റോറന്റിൽ കയറി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നാ സിദ്ധുവേട്ടന്റെ മനസ്സ് മാറിയത്. സുഖമില്ലെന്ന് പറഞ്ഞ് അന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തു. എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അടുത്ത ദിവസം അത് തന്നെ. എന്താ സിദ്ധുവേട്ട പ്രശ്നം? ആരെയാ സിദ്ധുവേട്ടൻ ഭയക്കുന്നത്? അപ്പോ അതിന് ഞാനാരെ ഭയപ്പെടാൻ? ഞാനാരെ ഭയപ്പെടുന്നൊന്നുമില്ല. അതുപോലെ ഹോസ്പിറ്റലിലെ കാര്യം. ഹോസ്പിറ്റലോ? ഹോസ്പിറ്റൽ എന്താ? താൻ സുഖമില്ലാത്ത ആരെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഞാൻ അതന്വേഷിക്കും വന്നതിൽ എന്താ തെറ്റ്? ആമിക്കോ മറ്റോ ആണോ അസുഖമൊന്നും എനിക്കറിയണ്ടേ? ഓക്കെ, പക്ഷേ അങ്ങനൊരു വിവരം അറിഞ്ഞ സിദ്ധുവേട്ടൻ സ്വാഭാവികമായും ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? എന്നെ വിളിക്കുക. ഇനിയിപ്പോ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആമിയുടെ നമ്പറിലേക്ക് വിളിക്കാം, എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കാം. ഇതിപ്പോ അങ്ങനൊന്നും ചെയ്യാതെ നേരിട്ടങ്ങ് ഹോസ്പിറ്റലിലോട്ട് എത്തി. അപ്പോ ഇതൊന്നും മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചു പോയി, എത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ? ആ കുട്ടിയെ സിദ്ധുവേട്ടന് പരിചയമുണ്ടോ? ഏത് കുട്ടിയെ? ഫിക്സ് വന്നില്ലേ ആ കുട്ടിയെ? ഇല്ല, എനിക്ക് പരിചയമില്ല. അറിയുകയില്ലേ? എന്താ അപ്പോ ഇത്? ദേ, ഇങ്ങനെ പോലീസ് സ്റ്റൈലിൽ ചോദ്യം ചെയ്താലേ എനിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാ. വെറുതെ ഓരോന്ന് സംശയിക്കാനായിട്ട്. അപ്പോ എനിക്ക് നിന്റെ അടുത്തുനിന്ന് അങ്ങനെ അകന്നു പോകാൻ പറ്റുമോ? സിദ്ധുവേട്ടൻ ചില സമയത്ത് ഒന്നും മിണ്ടാതെ എന്തോ ഓർത്തിരിക്കുന്ന കാണുമ്പോ എനിക്ക് ടെൻഷനാ. നിങ്ങളുടെ ചില നേരത്തെ മൗനം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. സിദ്ധുവേട്ടൻ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ തൻ്റെ ഇടമൊക്കെ അവിടെ തീരും. അതൊന്നും മനസ്സിലാക്കുക.
വണ്ടി എടുക്ക്. ഇപ്പൊ പപ്പയ്ക്ക് കാര്യം മനസ്സിലായോ? യെസ്, ഭാവന പറഞ്ഞത് എത്ര ശരിയാണെന്ന് നേരിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഒടുവില് പപ്പ കൺവിൻസ്ഡ് ആയല്ലോ. എന്നെ പപ്പ, ഇതെന്താ ഇത്രയ്ക്ക് സംസാരിക്കാനെന്ന് ആരെങ്കിലും ചോദിച്ചാ മറുപടി എന്താണെന്നറിയോ? MD സ്റ്റാഫാണ് പോലും. സൊണാലി ഫാബില് വേറെ എത്രയോ സ്റ്റാഫുകളുണ്ട്. അവരിൽ ഒരാളുമായിട്ട് പോലും MDക്ക് ഒന്നും ചർച്ച ചെയ്യാനില്ല. എന്ന ഫാഷൻ ഡിസൈനറുമായിട്ട് ചർച്ച തുടങ്ങിയാലോ അതൊട്ട് തീരെയില്ല. ഓഫീസിൽ വെച്ച് എന്നും കാണുന്നവർക്ക് പുറത്തുപോയി നിന്ന് ഇത്രയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താ ഉള്ളത്? പപ്പ പറ എന്താണെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, സിദ്ധു അപ്പുവും തമ്മില് വേർപിരിയാൻ പറ്റാത്തത്ര അടുത്തു കഴിഞ്ഞു. അതവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോ എനിക്കും മനസ്സിലായി. ഫെമിനിസ്റ്റ് ഒന്നും അല്ലെങ്കിലും ആണിനും പെണ്ണിനും തുല്യത കൊടുക്കണമെന്ന അഭിപ്രായമുള്ള കൂട്ടത്തിലാ ഈ ഞാൻ. ആരും ആരെക്കാളും താഴെയൊന്നും അല്ല എന്ന് കരുതി നമുക്ക് നമ്മുടേതായ ചില രീതികളൊക്കെ ഇല്ലേ, സംസ്കാരം ഇല്ലേ? പപ്പ, സിദ്ധു ഒരു ചെറുപ്പക്കാരനാ, ബിസിനസ്മാനാ. അവന് അവന്റേതായ ലൈഫ് സ്റ്റൈൽ ഇല്ലേ? എന്നാ അപർണയോ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും കുറച്ച് കഴിവൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവളുടെ ഭാവം കണ്ടാലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനർ ആണെന്ന്. ഇനി ആണെങ്കിൽ തന്നെയോ അവരിങ്ങനെ സർക്കിട്ട് അടിച്ച് നടക്കാവോ? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവളിങ്ങനെ സിദ്ധുവിന്റെ കൂടെ കറങ്ങുക. എന്റെ പപ്പ, അവക്കൊരു നാണോ മാനോ ഇല്ല. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മമ്മിയുണ്ട്, ആമിയുണ്ട്. ആമിക്ക് ആ പെണ്ണ് രാജകുമാരി ആയിരിക്കും. നമ്മുടെ മമ്മിക്കോ എന്തിനാ അവളെ ഇങ്ങനെ തലേ കയറ്റി നടത്തുന്നത്? ഇനി അവളാവട്ടെ, കിട്ടിയ ചാൻസ് പരമാവധി മുതലെടുക്കാൻ നോക്കുക. ദേ പപ്പ, അവള് തന്ത്രശാലിയാ. ദേ, സൊണാലി ഫാമിലി ജോലിക്ക് കയറിയത് തന്നെ സിദ്ധുവിനെ നോട്ടം ഇട്ടതുകൊണ്ടാ. ഇനി അവളോ ബാലുവിന്റെ കൂടെ കറങ്ങിയതിന്റെ ചൂട് ആ സമയത്ത് മാറിയിട്ട് പോലുമില്ല. എന്തായാലും സിദ്ധു അവളുടെ കൈപ്പിടിയിലായിട്ടുണ്ട്. പിന്നെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമമായി. അതിലും അവള് വിജയിച്ചു. എന്തായാലും മമ്മിയുടെ പ്രീതി പിടിച്ചു പറ്റിയില്ലേ? അപ്പൊ മോളേന്ന് വിളിക്കുമ്പോ മമ്മിയുടെ നാവില് തേനല്ലേ? അതിലെല്ലാം അവള് വിജയിച്ചു. അപ്പോഴെല്ലാം മുന്നറിയിപ്പ് തന്നതേ ഞാന് ശിവയോ. അതിവിടെ ആരും വകവെച്ചില്ല. മറിച്ച് ഞങ്ങൾക്ക് അവളോടെന്തോ വിരോധം ഉള്ളതുകൊണ്ടാണെന്ന് കരുതി ഇവര്. ഒരവസരത്തിൽ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പപ്പ, എനിക്ക് എന്തിനാ പെണ്ണിനോട് വിരോധം? അവക്ക് കൽത്തോട്ടത്തിൽ എന്നുള്ളൊരു കെയർ ഓഫ് അഡ്രസ് മാത്രല്ലേ ഉള്ളൂ. എനിക്കോ കൊടുങ്ങല്ലൂർ കൊച്ചറയ്ക്കൽ തറവാടിന്റെ അഡ്രസ് മുഴുവനും സ്വന്തമായിട്ട് എനിക്കുണ്ട്. ഒരാളും എടുത്തു വളർത്തിയ അനാഥ പെണ്ണല്ല ഈ ഭാവന. പിന്നെ സൗന്ദര്യം ഏത് കണ്ണുപൊട്ട മാർക്കിട്ടാലും എനിക്ക് ഫുള്ളും അവക്ക് പാസ് മാർക്കും അല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ആകെ പറയാനുള്ളത് വരയ്ക്കാനുള്ള കഴിവാ. അത് മറ്റുള്ളവരുടെ തലവര മാറ്റി വരയ്ക്കാനുള്ള കഴിവാക്കി മാറ്റുമല്ലേ അവള്. ആരുടെ തലവര മാറുന്ന? അങ്ങനെ ഒരു അപർണ വിചാരിച്ചാൽ മാറാവുന്ന തലവരയുള്ളവരല്ല സൊണാലി കുടുംബത്തിലുള്ളവർ. അഹങ്കാരിയ പപ്പ അപർണ. അല്ലെങ്കിൽ പപ്പയ്ക്ക് ഇഷ്ടമല്ലെന്ന് വ്യക്തമായിട്ടും സിദ്ധുവിന്റെ തോളത്ത് കൈയിട്ട് നടക്കൂ. ഏത് സേതുപതി വിലക്കിയാലും തനിക്കൊന്നും ഇല്ലെന്നുള്ള ഭാവം അവൾക്ക്. അഹംഭാവം. ആ അഹംഭാവത്തിന്റെ പത്തിക്ക് ഞാൻ അടികൊടുക്കാൻ പോവുകയാണ്. സൊണാലി ഫേം ഓഫ് ബിസിനസ് ഒരപർണയ്ക്കും കയറിയിറങ്ങി നിരങ്ങാനുള്ള സ്ഥലമല്ല. അവക്ക് കൊട പിടിക്കുന്നത് എന്റെ മകനാ. അവനും ചിലതറിയാൻ പോവുക വൈകാതെ തന്നെ. പപ്പ എന്താ ചെയ്യാൻ പോകുന്നേ? രോഗം ബാധിച്ച അവയവം മുറിച്ചു കളയാൻ ഞാനത് ചെയ്തിരിക്കും.